ഹരിശ്രീ ഗണപതയേ നമ വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പുതുവർഷം 2026 എങ്ങനെയെന്ന് ചുരുക്കം ചില കാര്യങ്ങൾ നോക്കി പറയുവാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മകയിരം തിരുവാതിര നാളാണ്, 2 നാളാണ്. ആദ്യമായി ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബില്ലിൻ്റെ അകത്ത് ചിത്രമുണ്ട്, തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളതൊന്ന് തൊട്ട് വെച്ചാൽ മതി. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഇടവം ആദ്യം നമ്മൾ പറയുന്നത് മകയിരം നാളിനെ കുറിച്ചിട്ടാണ്. മകയിരം നാള് ഇടവം മിഥുനം കൂറുകളിലായി ഈ നക്ഷത്രം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് ശനി 11-ലാണ്. വർഷം മുഴുവൻ ധനവരവുണ്ടാകും, ധനം അധികരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ കഷ്ടങ്ങളെ അതിജീവിക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. എന്നാൽ മിഥുനക്കൂറുകാർക്കാകട്ടെ കണ്ടകശനി തുടരുന്നതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരാൻ കഠിനമായിട്ട് നിങ്ങൾ അധ്വാനിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നിരാശപ്പെടേണ്ട ഒരവസ്ഥ വരില്ല. എന്നാൽ നിങ്ങൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. വർഷത്തിൻ്റെ പകുതി വരെ വ്യാഴം ഇടവക്കൂറുകാർക്ക് ഗുണം ചെയ്യും. എങ്കിലും പൊതുവേ ഭൂമിയിൽ നിന്നും ആദായം, ഗൃഹനിർമ്മാണം, വിദേശയാത്ര, പ്രതീക്ഷിക്കാതെ ധനവരവ്, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ അസുഖം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മകയിരം നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി തിരുവാതിര നാളിനെ കുറിച്ച് പറഞ്ഞാൽ ജന്മത്തിലും 2-ലുമായിട്ട് വ്യാഴവും ശനി 10-ാം ഭാവത്തിലും രാഹു 9-ലും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കുള്ള കഴിവ് പ്രയോജനപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പതുക്കെ സാമ്പത്തിക പരാധീനത കുറയുന്നതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാൻ സാധിക്കും. ചില കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ പറയുമല്ലോ, ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ തുറക്കുമെന്ന്. അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തന്നെ വരും. ഈ വർഷത്തിൻ്റെ അവസാനം നല്ലതെന്നായിട്ടാണ് കാണുന്നത്. വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സാധിക്കുന്നതാണ്. സാങ്കേതിക വിഷയങ്ങൾ നിങ്ങൾ ഉന്നത വിജയം കരസ്ഥമാക്കും. ഞാൻ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീങ്ങുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒത്തുചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.